അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലിസാനുൽ ഖുർആൻ ആണല്ലോ നാളെ നമുക്ക് പരീക്ഷ. ലിസാനുൽ ഖുർആനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നാം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ പാദവാർഷിക പരീക്ഷയ്ക്കുള്ള 4 പാഠങ്ങളുടെ ഒരു റിവിഷനാണ് പറയുന്നത്. 4 പാഠങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, മർഹബൻ യാ ഖൈറ ദാഇൻ എന്നുള്ള തലഅൽ ബദറു അലൈന മിൻ സനിയാത്തിൽ വദാഇ എന്നുള്ള ആ ബൈത്ത്. അതുപോലെ രണ്ടാമത്തത് യഖിള ജുനൈദുൻ, മൂന്നാമത്തത് ഇലൽ മുതവല്ലഇ, നാലാമത്തത് അഫ്ളലുൽ ജമാഅത്തി. ഈ 4 പാഠങ്ങളാണ് നമുക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് വരാനുള്ളത്. ഒന്നാമത്തെ പാഠം മർഹബൻ യാ ഖൈറ ദാഇ. ഇവിടെ കൂടുതലായും ഈ തലഅൽ ബദറു നമ്മളൊക്കെ എപ്പോഴും ചൊല്ലി ശീലിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്ന സമയത്ത് മദീനക്കാരായ ആളുകൾ മുത്തുനബിയെ സ്വീകരിച്ച് പാട്ടുപാടിക്കൊണ്ടാണല്ലോ സ്വീകരിച്ചത്. ഈ പാട്ടുപാടിയാണ് മുത്തുനബിയെ സ്വീകരിച്ചത്. നമ്മളിത് പലപ്പോഴും കേട്ടതാണ്, പലർക്കും ഇത് അറിയാം. അപ്പോൾ ഇത് ഒരു പക്ഷേ ഫിലിന്റെ ബ്ലാങ്ക് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. തലഅൽ ബദറു അലൈന ഇത്ര കൊടുത്തിട്ട് മിൻ സനിയാത്തിൽ വദാഇ ഇത് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ വജബ ശുക്രു അലൈന ബാക്കി എഴുതാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം ഇങ്ങനെ ഫിലിന്റെ ബ്ലാങ്ക്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി അതിനുശേഷം ഇവിടെ പറയുന്നുണ്ട് അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ദുമുൽ മദീന വജാഅ ബിൽ ഹുദാ മിനല്ലാഹി തആല. അല്ലാഹുവിൽ നിന്നുള്ള സന്മാർഗത്തിന്റെ ദീപവുമായിട്ടാണ് മുത്തുനബി മദീനയിലേക്ക് കടന്നു വന്നത്. അപ്പൊ അവർ മുത്തുനബിയെ വെൽക്കം ചെയ്തത് ഈ പാട്ടുപാടിക്കൊണ്ടാണ്. വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ലുൽ ബദർ, മുത്തുനബി പൂർണ്ണ ചന്ദ്രനെ പോലെയാണ്. ബൽ എന്നല്ല, അൻവറു അതിനേക്കാൾ, അൻവറു മിൻഹു ആ പൂർണ്ണ ചന്ദ്രനേക്കാൾ മികച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് തശറഫത്തുൽ മദീന, മദീന പ്രശോഭിതമായത്. അപ്പോൾ ഇവിടെ മുത്തുനബിയുടെ ഒരു ചെറിയ വിശേഷണങ്ങളൊക്കെ പറയുന്ന രൂപത്തിലുള്ള ഒരു പാട്ടാണിത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇത് പഠിക്കാൻ ശ്രമിക്കുക. ഇത് ഫില്ലിന്റെ ബ്ലാങ്ക്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് 1, 2, 3 ഈ 3 പാഠങ്ങളിലും നമ്മൾ പറയുന്നത് മാളിയായ ഫീലുകളെ കുറിച്ചും മുലാരിയായ ഫീലുകളെ കുറിച്ചുമാണ്. മാളിയായ ഫീലും മുലാരിയായ ഫീലും. പിന്നെ എന്താണ് വ്യത്യാസം? ഒന്നാമത്തെ പാഠത്തിൽ ഒരാള് ചെയ്താൽ അതെങ്ങനെ പറയും, അതിന്റെ മാളിയും മുലാരിയുമാണ് ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നത്. രണ്ടാമത്തെ പാഠത്തിൽ പറയുന്നത് 2 ആളുകൾ ചെയ്താൽ എങ്ങനെ പറയും, അതിന്റെ മാളിയും മുലാരിയുമാണ് പറയുന്നത്. മൂന്നാമത്തെ പാഠത്തിൽ കുറെ ആളുകൾ ചെയ്താൽ എങ്ങനെ പറയും, അതിന്റെ മാളിയും മുലാരിയുമാണ് പറയുന്നത്. ഇത്രയേ നമുക്ക് ലിസാനിൽ പഠിക്കാനുള്ളൂ. വളരെ ഷോർട്ടായിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി തരാം എന്ന് ഉദ്ദേശിക്കുന്നു. ഒന്നാമത്തെ പാഠം യഖിള ജുനൈദുൻ. ഇവിടെ ലിസാനിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് വാക്കർത്ഥം കൃത്യമായി മനസ്സിലായിരിക്കണം. യഖിള ജുനൈദുൻ, ജുനൈദ് ഉണർന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിച്ച് അർത്ഥം പറയാം. യഖിള ജുനൈദുൻ മിനൻ നൗമി മുബക്കിറൻ ഖബലൽ ഫജ്രി. ജുനൈദ് ഉറക്കിൽ നിന്ന് വളരെ നേരത്തെ തന്നെ എണീറ്റു. ഖബലൽ ഫജ്രി, ഫജ്റിന് മുമ്പ്. ഇവിടെ നമുക്ക് ഈ ചില വാക്കുകൾ ശ്രദ്ധിക്കാം. യഖിള, യഖിള എന്ന് പറഞ്ഞാൽ ഉണർന്നു എന്നുള്ളതാണ്. ഖാല പറഞ്ഞു, അഹ്യാനി, അഹ്യാനി ജീവിപ്പിച്ചു, അമാതനി മരിപ്പിച്ചു, ജലസ, ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു, ഖാമ എണീറ്റു, ദഖല പ്രവേശിച്ചു, യഖൂലു പറയുന്നു, ഖള വീട്ടി, ഖറജ പുറപ്പെട്ടു, യദ്കുറു ദിക്ർ ചൊല്ലുന്നു, തഅല്ലമ പഠിപ്പിച്ച. ഇതാണ് ഇതിൽ പ്രത്യേകമായി കളർ ചെയ്യപ്പെട്ട വേർഡുകൾ, ഫിഅലുകൾ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു ഈ പാഠത്തിൽ മാളിയായ ഫീലുകളെ കുറിച്ചാണ് പറയുന്നത്, അതുപോലെ മുലാരിയായ ഫീലുകളെ കുറിച്ചും. ഒരാൾ ചെയ്ത പ്രവർത്തനം, ഉദാഹരണം യഖിള, യഖിള എന്ന് പറഞ്ഞാൽ ഉണർന്നു, യഖിള എന്ന് പറഞ്ഞാൽ ഒരാൾ ഉണർന്നു. ഖാല പറഞ്ഞു, അഹ്യ ജീവിപ്പിച്ചു, അമാത മരിപ്പിച്ചു. അല്ലെങ്കിൽ ജലസ ഇരുന്നു, ഖാമ നിന്നു എണീറ്റു, ദഖല പ്രവേശിച്ചു, ഖള വീട്ടി, ഖറജ പുറപ്പെട്ടു, തഅല്ലമ പഠിപ്പിച്ചു അല്ലെങ്കിൽ പഠിച്ചു. ഹാദിഹി അഫ്ആലുൻ മാളിയ, ഇതെല്ലാം മാളിയായ ഫീലുകളാണ്. മാളിയായ ഫീല് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വിദ്യാർത്ഥികൾ പഠിക്കണം. അത് താഴെ കൊടുത്തിട്ടുണ്ട്. അൽ ഫിഅലുൽ മാളി, മാളിയായ ഫീല് എന്ന് പറഞ്ഞാൽ കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫി സമാനിൽ മാളി.
മാലിയായ കഴിഞ്ഞ ഒരു കാലത്ത് നടന്ന ഒരു സംഭവത്തിന്റെ മേൽ അറിയിക്കുന്ന ഒരു പ്രവർത്തനം, അതാണ് മാലിയായ ഫിഅല് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഈ അൽ ഫിഅലുൽ മാലി എന്നുള്ളതിന്റെ ഈ ഒരു ഡെഫിനിഷൻ വിദ്യാർത്ഥികൾ കാണാതെ പഠിക്കുക. ഈ മാലിയായ ഫിഅലുകൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഇതെല്ലാം. ഇതെല്ലാം ഒരാൾ ചെയ്ത പ്രവർത്തനമാണ് എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം എന്താ? കാല, ഒരാൾ പറഞ്ഞു എന്നുള്ളതാണ്. കാല, അവനൊരു പുരുഷൻ പറഞ്ഞു എന്നുള്ളതാണ്. ജലസ, അവൻ ഒരാളിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഒരാൾ ചെയ്ത പ്രവർത്തനമാണ്. ഇനി അതിന്റെ മുലാരി നോക്ക്, യഖൂലു. അപ്പൊ കാല എന്ന് പറഞ്ഞാല് പറഞ്ഞു, അപ്പൊ പറയുന്നു, അതാണല്ലോ മുലാരി. യഖൂലു, അവനൊരു പുരുഷൻ പറയുന്നു. യദ്കുറു, അവൻ ദിക്ർ ചൊല്ലുന്നു. അപ്പോ ഇതും ഒരാൾ ചെയ്ത പ്രവർത്തനമാണ്. ഇങ്ങനെ ഒരാൾ ചെയ്തതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. അൽ മാദി, അൽ മുലാരി. ഖറഅ, ഖറഅന്റെ മുലാരി യഖറഉ, ജലസ യജ്ലിസു, അബദ യഅബുദു. അങ്ങനെ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നഖറഉ വനഫ്ഹം. ദഹബ ഹമീദുൻ ഇലൽ മദ്രസ. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഇതിലെ മാദി എടുത്ത് എഴുതണം. അതുപോലെ ഇവിടെ കുറച്ച് ഉദാഹരണം തന്നിട്ടുണ്ട്, അതിൽ നിന്ന് മുലാരി എടുത്ത് എഴുതുക. അപ്പൊ ദഹബ ഹമീദുൻ ഇലൽ മദ്രസ, ഹമീദ് മദ്രസയിൽ പോയി. അപ്പോ ഏതാണ് മാദിയായ ഫീല്? കഴിഞ്ഞൊരു കാലത്തിൽ സംഭവിച്ചതാണ്. പോയി, പോയി എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ പാസ്റ്റ് ടെൻസ് പറയാറുണ്ടല്ലോ, അത്. അപ്പൊ ദഹബ എന്നുള്ളതാണ് ഇവിടുത്തെ മാദിയായ ഫീല്, ദഹബ. ഇനി അടുത്തത് ആഷ. ആഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന അശറ സിനീൻ. മുത്തനബി മദീനയിൽ 10 വർഷം ജീവിച്ചു. അപ്പൊ ആഷ, ജീവിച്ചു. ഹഫറ ജിബ്രീൽ അലൈഹിസ്സലാം ബിഅറ സംസം. ജിബ്രീൽ അലൈഹിസ്സലാം സംസം കിണർ കുഴിച്ചു. അപ്പൊ കുഴിച്ചു എന്നുള്ളതാണ് ഇവിടെ മാദിയായ ഫീൽ. ഇഷ്തറ അബി മിന്ദീലൻ, എന്റെ ഉപ്പ മിന്ദീൽ വാങ്ങി, ടവൽ. അപ്പൊ ഇഷ്തറ എന്നുള്ളതാണ് ഇവിടുത്തെ മാദിയായ ഫീൽ. അദ്ദനൽ മുഅദ്ദിനു, മുഅദ്ദിന് ബാങ്ക് വിളിച്ചു. ലി സലാത്തിൽ ഫജ്രി, സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി. അപ്പൊ അദ്ദന. ഇനി യദ്ഹബു, യൽബസു, യുസല്ലിമു, അൽ അബു, യർഹമു. ഇതെല്ലാം എന്താണ്? മുലാരിയായ ഫീലുകളാണ്. അപ്പോൾ ഇവിടെ മുലാരിയായ ഫീല് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ, യാവ് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ, യാ, താ, ഇതൊക്കെ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ മുലാരി ആയ ഫീലായിരിക്കും എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് മുമ്പിലുണ്ട്. അപ്പൊ ഇതെല്ലാം മാദിയായ ഫീലുകളും, ഇതെല്ലാം യദ്ഹബു, യൽബസു, യുസല്ലിമു, യർഹമു, ഇതെല്ലാം മുലാരിയായ ഫീലുമാകുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഒരാൾ ചെയ്ത പ്രവർത്തനമാണ്, ഒരാൾ ചെയ്ത പ്രവർത്തനമാണ്. ഇനി രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പറയുന്നത്, ഇലൽ മുതവല്ലഇ എന്നുള്ള പാഠത്തിൽ പറയുന്നത് രണ്ടാളുകൾ ചെയ്ത പ്രവർത്തനത്തെ കുറിച്ചാണ്. വിശദമായിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ നേരത്തെ ഖറജ, ഖറജ എന്നുള്ളൊരു വാക്ക് നമ്മൾ കണ്ടു. ഉദാഹരണം ഇതാ, ഇവിടെ ഖറജ, ഖറജ എന്നുള്ള വാക്ക് നമ്മൾ കണ്ടു. ഈ ഖറജയെ ഒന്ന് നീട്ടിയിട്ടാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്, ഖറജ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കണ്ടോ, ഇവിടെ ഐഖദ ജുനൈദുൻ. നേരത്തെ ജുനൈദ് ഉണർന്നു, ജുനൈദിനെ കുറിച്ച് മാത്രമുള്ള സംസാരമായിരുന്നു. ഇവിടെ കണ്ടോ, ഐഖദ ജുനൈദുൻ, ജുനൈദ് ഉണർത്തി, അഖാഹു, അവന്റെ സഹോദരൻ. എങ്ങനത്തെ സഹോദരൻ? സഗീറ, ചെറിയ സഹോദരൻ. ആരാവൻ? നബീൽ. അപ്പോ ജുനൈദ് അവന്റെ ചെറിയ സഹോദരനായ നബീലിനെ ഉണർത്തി. ഫഅല നബീലുൻ, നബീൽ പ്രവർത്തിച്ചു. കമാ ഫഅല അഖൂഹു ജുനൈദുൻ, അവന്റെ സഹോദരനായ ജുനൈദ് പ്രവർത്തിച്ച പോലെയൊക്കെ പ്രവർത്തിച്ചു എന്നിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ രണ്ടാളെ ഓൾറെഡി മെൻഷൻ ചെയ്തല്ലോ, ജുനൈദും ഉണ്ട്, അതുപോലെ നബീലും ഉണ്ട്. ഇപ്പൊ രണ്ടാളെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു വെച്ചു. ഇനി പറയാണ് വഖറജ, രണ്ടുപേരും പുറപ്പെട്ടു. ഇലൽ മുതവല്ലഇ, വുളു എടുക്കുന്ന സ്ഥലത്തേക്ക്. കണ്ടോ, അപ്പൊ വഖറജ. നേരത്തെ ഇവിടെ ഖറജ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ ഖറജ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഒരാൾ പുറപ്പെട്ടു എന്നാണ്. ഇവിടെ ഇപ്പൊ രണ്ടാളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ വഖറജ, രണ്ടാളുകൾ പുറപ്പെട്ടു. ജുനൈദും നബീലും രണ്ടാളും പുറപ്പെട്ടു. പിന്നെ വീണ്ടും ശേഷം കണ്ടോ, വസല, രണ്ടുപേരും കഴുകി. ബസ്മല, രണ്ടുപേരും ബിസ്മി ചൊല്ലി. തമൽമല, രണ്ടുപേരും വായിൽ വെള്ളം കൊപ്പിളിച്ചു. വസ്തൻഷഖ, രണ്ടുപേരും മൂക്കിൽ വെള്ളം കയറ്റി സീറ്റി. ഇതെല്ലാം മാദിയായ ഫീല്. ഇനി അടുത്തത് യുഖല്ലിലാനി, യുഖല്ലിലാനി, രണ്ടുപേരും ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ ഇടകലർത്തുന്നു. അതുപോലെ മസഹ, രണ്ടുപേരും തടവി. വസല, രണ്ടുപേരും കഴുകി. ഇർഫഅനി, രണ്ടുപേരും ഉയർത്തുന്നു. യദ്ഉവാനി, രണ്ടുപേരും ദുആ ചെയ്യുന്നു. കണ്ടോ, വ്യത്യാസം മനസ്സിലായോ? അപ്പൊ ഒന്നാമത്തെ പാഠത്തിൽ ഇത് ഖറജ എന്ന് മാത്രമായിരുന്നു, ഇവിടെ എത്തിയപ്പോഴേക്ക് ഇത് ഖറജ എന്നായി. അപ്പൊ ഖറജ, 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 ഖറജ. വ്യത്യാസം മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്നു. ഖറജ, ഒരാൾ പുറപ്പെട്ടു. ഖറജ, രണ്ടാളുകൾ പുറപ്പെട്ടു. വസല, 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 വസല. തമൽമല, തമൽമല. ഇസ്തൻഷഖ, ഇസ്തൻഷഖ. ആ രൂപത്തിൽ രണ്ടാളുകൾ ചെയ്ത പ്രവർത്തനത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം മാദിയായ ഫീൽ. ഇനി ഇവിടെ കണ്ടോ, ഇർഫഅനി, ഇർഫഅനി, ഇർഫഉ, ഇർഫഅനി. ഒരാളാണെങ്കിലോ ഇർഫഉ എന്ന് പറയുള്ളൂ. പക്ഷെ ഇവിടെ രണ്ടാളായതുകൊണ്ട് ഇർഫഅനി, യദ്ഉവാനി. ഇതെല്ലാം മുളാരിയായ ഫീലുകൾ. അപ്പൊ ഈ രൂപത്തിൽ രണ്ടാളുകൾ ചെയ്ത പ്രവർത്തനത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ എന്ത് ചെയ്യണം?
നംലഉൽ ഫറാഗ ബിൽ മുനാസിബ്. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് മുദാരിയായ ഫിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഉദാഹരണത്തിനനുസരിച്ചിട്ടുള്ളത് എടുത്ത് എഴുതാനാണ് വേണ്ടത്. ഡാഷ് അൽ അഖു അൽ ഹലീബ, സഹോദരൻ പാല് കുടിക്കുന്നു എന്നാണ്. അപ്പൊ കുടിക്കുന്നു എന്നുള്ളത് എന്താണ്? മുദാരിയായ ഫിൽ അല്ലേ? അപ്പൊ യശ്റബുൽ അഖു അൽ ഹലീബ. അതുപോലെ അൽ അബു ഇലൽ മസ്ജിദ് ഡാഷ് യദ്ഹബുൽ അബു ഇലൽ മസ്ജിദ്, വാപ്പ പള്ളിയിലേക്ക് പോകുന്നു. പിന്നെയോ യക്തുബു താലിബു, വിദ്യാർത്ഥി എഴുതുന്നു. അദ്ദർസ, പാഠം. അതുപോലെ യഖറഉൽ ഉസ്താദു അൽ ഖുർആന, ഉസ്താദ് ഖുർആൻ ഓതുന്നു. ഇനി ഇവിടെ കുറച്ച് ഫീലുകളുണ്ട്, ഹർഫുകളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഓരോ സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് സെന്റൻസുകൾ ഉണ്ടാക്കാനുള്ള ഒരു വർക്കാണ്. ഉദാഹരണം യജ്ലിസു. അപ്പോ സെന്റൻസ് ഉണ്ടാക്കേണ്ടുന്ന രൂപം എങ്ങനെയാണ്? ഫസ്റ്റ് ഫിഅല് വേണം, പിന്നെ ഫാഇല് വേണം, പിന്നെ മഫ്ഊല് വേണം. ഫസ്റ്റ് വെർബ് വേണം, പിന്നെ സബ്ജക്ട് വേണം, പിന്നെ ഒബ്ജക്ട് വേണം. ആ രൂപത്തിലാണ് അറബിയിൽ സെന്റൻസ് ഉണ്ടാക്കേണ്ടത്. ഫിഅല്, ഫാഇല്, മഫ്ഊല്. അപ്പോൾ ഇവിടെ ഫിഅല് ഏതൊക്കെയാണ്? യനാമു ഫിഅലാണ്, ഉറങ്ങുന്നു. യജ്ലിസു ഇരിക്കുന്നു. യൽഅബു കളിക്കുന്നു. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഫിഅലുകളാണ്. അപ്പൊ ഫസ്റ്റ് ഫിഅല് വേണം, പിന്നെ ഫാഇല് വേണം, പിന്നെ മഫ്ഊല് വേണം. അപ്പൊ ഒരു ഉദാഹരണം പറയാം. യജ്ലിസു ഇരിക്കുന്നു. ആരിരിക്കുന്നു? ഫാഇല് അൽ ഉസ്താദു. യജ്ലിസുൽ ഉസ്താദു, ഉസ്താദ് ഇരിക്കുന്നു. എവിടെ? ഫിൽ കുർസി, കസേരയിൽ. ഒരു ഉദാഹരണം. അടുത്തത് യൽഅബു കളിക്കുന്നു. യൽഅബുൽ വലദു, ഉദാഹരണം യൽഅബു കളിക്കുന്നു. ആര്? അൽ വലദു, കുട്ടി, ആൺകുട്ടി കളിക്കുന്നു. അപ്പൊ യൽഅബുൽ വലദു, കുട്ടി കളിക്കുന്നു. എവിടെ? ഫിൽ മൽഅബി, ഗ്രൗണ്ടിൽ. അതുപോലെ യനാമു ഉറങ്ങുന്നു. അത്തിഫിലു, കുട്ടി ഉറങ്ങുന്നു. എവിടെ? ഫിൽ മഹദി, തൊട്ടിലിൽ. അപ്പൊ ഇതുപോലെ നമുക്ക് ഫിഅല്, ഫാഇല്, മഫ്ഊല് എന്നുള്ള രൂപത്തിൽ ഇവിടെ സെന്റൻസുകൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇനി ഇവിടെ എല്ലാം കുറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, ഇവിടെ ഖറജ, ഇതെല്ലാം രണ്ടാളുകൾ ചെയ്ത രൂപത്തിലേക്ക് മാറി. ഖറജ ഇപ്പൊ കുറച്ച് നീട്ടി പറയുകയാണെങ്കിൽ രണ്ടാളുകൾ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗസല, ബസ്മല, മസഹ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി ഇവിടെ എല്ലാം ആ ഉദാഹരണങ്ങൾ തന്നെയാണ്. ജുനൈദുൻ വ നബീലുൻ യൈഖവാനി മിനൻ നൗം. കണ്ടോ, ഇവിടെ രണ്ടാളുണ്ടായത് കൊണ്ടാണ് യൈഖവാനി എന്ന് പറഞ്ഞത്. വയദ്ഹബാനി ഇലൽ മസ്ജിദ്, രണ്ടുപേരും പള്ളിയിലേക്ക് പോകുന്നു. വഹീന യംഷിയാനി, രണ്ടുപേരും നടക്കുമ്പോൾ. റഅയാ, കണ്ടോ, രണ്ടുപേരും കണ്ടു. ഹാമിദൻ വ ഖാലിദൻ, രണ്ടാളെയും. എന്നിട്ട് സല്ലമ, രണ്ടുപേരും സലാം പറഞ്ഞു. കണ്ടോ, വറദ്ദ, രണ്ടുപേരും മടക്കി. യദ്ഹബാനി, രണ്ടുപേരും പോകുന്നു. കണ്ടോ, അപ്പൊ ഇവിടെ എല്ലാം രണ്ടാളുകൾ ചെയ്ത രൂപത്തിലേക്ക് ഇത് മാറി. ഇവിടെ ഉദാഹരണം തന്നിട്ടുണ്ട്. മാദി മുലാരിന്റെയും ഉദാഹരണം. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തത്, മുസന്ന രണ്ടാളുകൾ ചെയ്തത്. കണ്ടോ, വസല ഒരാൾ കഴുകി, വസല രണ്ടുപേര് കഴുകി. ഖറജ ഒരാൾ പുറപ്പെട്ടു, ഖറജ രണ്ടുപേര് പുറപ്പെട്ടു. അപ്പൊ ഈ വസലന്റെ നേരെ മുലാരിയാണിത്. യഗ്സിലു ഒരാൾ കഴുകുന്നു, യഗ്സിലാനി രണ്ടാളുകൾ കഴുകുന്നു. യഖ്റുജു ഒരാൾ പുറപ്പെടുന്നു, യഖ്റുജാനി രണ്ടാളുകൾ പുറപ്പെടുന്നു. അപ്പൊ ആ രൂപത്തിലേക്ക് അതിന്റെ അർത്ഥങ്ങളും മാറും. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് യോജിച്ചത് ചേർത്ത് എഴുതാണ് വേണ്ടത്. ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് സ്യൂട്ട് ആയിട്ടുള്ളത് എടുത്ത് എഴുതാണ് വേണ്ടത്. അദ്ദാരിസാനി, ഇവിടെ ദാരിസാനി എന്ന് പറയുമ്പോൾ രണ്ട് വിദ്യാർത്ഥികൾ എന്നാണ്. അപ്പൊ രണ്ടാൾക്കുള്ളത് എടുത്ത് എഴുതണം. അപ്പൊ അദ്ദാരിസാനി ഡാഷ് തദ്രീബ, വിദ്യാർത്ഥികൾ തദ്രീബ് എന്നുവെച്ചാൽ വർക്ക് എഴുതുന്നു എന്നുള്ളതാണ്. അപ്പൊ അദ്ദാരിസാനി യക്തുബാനി അത്തദ്രീബ. ഇനിയോ ഹാമിദുൻ വ ഖാലിദുൻ, ഹാമിദും ഖാലിദും രണ്ടുപേരും യഖറആനി അൽ ഖുർആന, രണ്ടുപേരും ഖുർആൻ ഓതുന്നു. ഇനി അത്താലിബാനി യൽഅബാനി, രണ്ട് വിദ്യാർത്ഥികൾ രണ്ടുപേരും കളിക്കുന്നു. എന്തുകൊണ്ട്? ബിദ്ദുവാമ, ദുവാമ കൊണ്ട്. പിന്നെ ജുനൈദുൻ വ നബീലും, ജുനൈദുൻ നബീലും യുനദ്ദിഫാനി, രണ്ടുപേരും വൃത്തിയാക്കുന്നു. അൽഅസ്നാന, പല്ലുകൾ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി ഇവിടെ ഇതിന്റെയൊക്കെ സമ്മി ഹാദിഹിൽ അഫ്ആൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ രണ്ടാളെ രൂപം എഴുതാനാണ്. ജലസ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇരുന്നു എന്നാണ്. അപ്പൊ ജലസ രണ്ടാളിരുന്നു. ദഹബ ദഹബ, കതബ കതബ, ലഇബ ലഇബ, ഖാല ഖാല, തലഅ തലഅ, യുസല്ലിമു ഇതിനി മുദാരിയായ ഫിലാണ്. യുസല്ലിമു യുസല്ലിമാനി, യഅകുലു യഅകുലാനി, യജ്ലിസു യജ്ലിസാനി, യക്തുബു യക്തുബാനി, യദ്ഹബു യദ്ഹബാനി, യൽഅബു യൽഅബാനി. ഈ രൂപത്തിലാണ്. ഇനി അടുത്തത് അഫ്ളലുൽ ജമാഅത്തി എന്നുള്ള നാലാമത്തെ പാഠത്തിൽ. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ പാഠം മർഹബൻ യാ ഖൈറദായി എന്നുള്ളതായിരുന്നു. അതിലല്ല, രണ്ടാമത്തെ പാഠത്തിൽ ഒരാൾ ചെയ്ത പ്രവർത്തനം, മൂന്നാമത്തെ പാഠത്തിൽ രണ്ടാളുകൾ ചെയ്ത പ്രവർത്തനം. ഇനി മൂന്നാമത്തെ പാഠത്തിൽ സ്വാഭാവികമായിട്ടും ഏതായിരിക്കും? കുറെ ആളുകൾ ചെയ്ത പ്രവർത്തനം. അപ്പൊ കണ്ടോ, വ ഖറജു, നമ്മൾ നേരത്തെ ഖറജ എന്നല്ല പറഞ്ഞു. ഖറജ ഒരാൾ പുറപ്പെട്ടു, ഖറജ രണ്ടാളുകൾ പുറപ്പെട്ടു. ഇനി ഇവിടെ എന്തായി? ഖറജു എന്നായി, കുറെ ആളുകൾ പുറപ്പെട്ടു. കണ്ടോ, അപ്പൊ ഇവിടെ മൂന്നിൽ അധികം ആളുകൾ, അതിനാണ് ജംഅ എന്ന് പറയാം. അപ്പൊ രണ്ടിൽ അധികം ആളുകൾ, മൂന്നിലധികമൊക്കെ ആളുകൾ ചെയ്ത പ്രവർത്തനം. വ ഖറജു.
കണ്ടോ ഖറജു. അപ്പൊ നമുക്കിതെല്ലാം ആ രൂപത്തിലേക്കാക്കാം. ഖറജു, ഗസലു, ആ രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെല്ലാം മാറ്റാൻ പറ്റും. അപ്പൊ ഈ പാഠത്തിൽ പറയുന്നത് 3 ആളുകൾ ചെയ്ത പ്രവർത്തനത്തെ കുറിച്ചാണ്. ഖറജു, അതുപോലെ കാനു, കാനു അവരായിരുന്നു. യംശൂന നടക്കുന്നവരായിരുന്നു. കണ്ടോ അതിനൊക്കനുസരിച്ച് മാറി. ഫസഅലു അവര് ചോദിച്ചു. ഫസഅലു റഔ അവര് കണ്ടു. യഅമലൂന അവർ ജോലി ചെയ്യുന്നു. കണ്ടോ യസ്ഖൂന അവർ നനക്കുന്നു. വസലു അവർ എത്തിച്ചേർന്നു. യുസല്ലിമൂന അവർ സലാം പറയുന്നു. വയസ്തരീഹൂന അവർ വിശ്രമിക്കുന്നു. അപ്പൊ ഇവിടെയെല്ലാം കുറെ ആളുകൾ ചെയ്ത പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഫിഅല് മാറി. അപ്പോൾ ചുരുക്കത്തിൽ ഈ 4 പാഠത്തിലും നമ്മൾ പറയുന്നത് മാദിയായ ഫീലും മുദാരിയായ ഫീലും തന്നെയാണ്. മാദിയായ ഫീലിൽ ഒരാൾ ചെയ്തത്, 2 ആൾ ചെയ്തത്, കുറെ ആളുകൾ ചെയ്തത്. മുദാരിയായ ഫീലിലും ഒരാൾ ചെയ്തത്, 2 ആൾ ചെയ്തത്, കുറെ ആളുകൾ ചെയ്തത്. ആ രൂപത്തിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കുറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് മനസ്സിലാക്കാനുള്ളത് കണ്ടോ, ഡാഷ് യക്തുബാനി ദർസ, ഡാഷ് യക്തുബാനി. യക്തുബു എന്ന് പറഞ്ഞാൽ ഒരാൾ എഴുതുന്നു എന്നാണ്. അപ്പൊ 2 ആളുകൾ എഴുതുന്നു എന്നുള്ളതിന് എന്ത് പറയണം? യക്തുബാനി. യക്തുബാനി ദർസ, യക്തുബാനി 2 പേരും എഴുതുന്നു. അദ്ദർസ പാഠം. അപ്പൊ ഇവിടെ 2 പേർ എന്നുള്ളതിന്റെ സ്യൂട്ടായിട്ടുള്ളത് എടുത്ത് എഴുതണം. അൽ അബു എന്ന് പറഞ്ഞാൽ ഉപ്പ എന്നാണ്. അൽ മുവല്ലഫൂന എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ, ജോലിക്കാർ എന്നാണ്. കണ്ടോ അപ്പൊ കുറെ ആളുകളുണ്ട്. അപ്പൊ പിന്നെ ഏതാണ്? അത്വാലിബാനി 2 വിദ്യാർത്ഥികൾ. അത്വാലിബാനി യക്തുബാനി ദർസ. ഇനി ഡാഷ് യക്റഉ, യക്റഉ എന്ന് പറഞ്ഞാൽ ഒരാൾ വായിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. യക്റഉൽ ജരീദ ന്യൂസ് പേപ്പർ വായിക്കുന്നു. അപ്പോൾ അവിടെ ഒരാൾ ആരാള്? അബല്ലേ, ഉപ്പല്ലേ. അപ്പൊ അൽ അബു യക്റഉൽ ജരീദ. ഇനി ഡാഷ് ഇർജിഊന മിനൽ മസ്ന, ആര്? ഇർജിഊന അവർ മടങ്ങുന്നു മിനൽ മസ്ന ഫാക്ടറിയിൽ നിന്ന്. അപ്പൊ ആരാണ്? കുറെ ആളുകൾ ഉണ്ടല്ലോ. അൽ മുവല്ലഫൂന. ഇനി ഇവിടെ മാദി മുദാരിന്റെ ഈ 3 രൂപത്തിന്റെ ഉദാഹരണം തന്നിട്ടുണ്ട്. ഖറജ, ഖറജ, ഖറജു. ഇതിങ്ങനെ വിദ്യാർത്ഥികൾ ഇങ്ങനെ സർഫാക്കി പഠിക്കണം. ഇത്രയേ ഉള്ളൂ. ഇത് 3. കാന, കാനു. സഅല, സഅലു. സല്ലമ, സല്ലമു. ഇനി അതിന്റെ നേരെ മുദാരിയാണ്. ഖറജന്റെ മുദാരിയാണത്. യഖ്റുജു, യഖ്റുജാനി, യഖ്റുജൂന. കാനന്റെ യകൂനു, യകൂനാനി, യകൂനൂന. സഅലന്റെ യസ്അലു, യസ്അലാനി, യസ്അലൂന. സല്ലമ യുസല്ലിമു, യുസല്ലിമാനി, യുസല്ലിമൂന. എന്താ അർത്ഥം? ഖറജ ഒരാൾ പുറപ്പെട്ടു, ഖറജ 2 ആളുകൾ പുറപ്പെട്ടു, ഖറജു കുറെ ആളുകൾ പുറപ്പെട്ടു. യഖ്റുജു ഒരാൾ പുറപ്പെടുന്നു, യഖ്റുജാനി 2 ആളുകൾ പുറപ്പെടുന്നു, യഖ്റുജൂന കുറെ ആളുകൾ പുറപ്പെടുന്നു. ഇതെല്ലാം കഴിഞ്ഞ ഒരു കാലത്തിൽ അറിയിച്ച ഫീലാണ്. ഇത് മുദാരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രസന്റിൽ നടക്കുന്നതോ അല്ലെങ്കിൽ നടക്കാനുള്ളതോ ആയ കാര്യത്തിനെ സൂചിപ്പിക്കുന്നതാണ് മുദാരി. വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി ഇവിടെയും കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. ഹാമിദുൻ ഡാഷ് അദ്ദർസ, ഹാമിദുൻ ഡാഷ് അദ്ദർസ. ഇവിടെ കണ്ട ഹാമിദ് ഒരാളുള്ളൂ. അപ്പൊ ഏതാ വേണ്ടത്? കതബ എന്നാണോ കതബു എന്നാണോ? കതബ സർഫാക്കുമ്പോൾ കതബ, കതബ, കതബു. അപ്പൊ കതബു എന്നുള്ളത് കുറെ ആളുകളെ സൂചിപ്പിക്കാനല്ലേ. അപ്പൊ ഒന്നാമത്തത് കതബ ഒരാൾ എഴുതി എന്നുള്ളതാണ് കതബന്റെ അർത്ഥം. അപ്പോൾ ഹാമിദ് ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഹാമിദുൻ കതബ ദർസ. ഇനി അടുത്തത് അത്താലിബാനി എന്ന് പറഞ്ഞ 2 വിദ്യാർത്ഥികളുണ്ട്. ഡാഷ് വിദ്വാമ. അപ്പൊ ലഇബ, ലഇബ. കണ്ടോ നീട്ടി പറയുന്നത് ലഇബ. അപ്പൊ താലിബാനി ലഇബ. ഇനി അദ്ദാരിസൂന കുറെ ആളുകളുണ്ട്. ഇതിലേതാ? ദഹബ, ദഹബു, ദഹബ, ദഹബു. ദഹബു എന്നല്ലേ? ദഹബ, ദഹബ, ദഹബു. അപ്പൊ അദ്ദാരിസൂന ദഹബു ഇലൽ മദ്റസ. ഇനി അൽ ഉമ്മാലു, അൽ ഉമ്മാലു കുറെ ജോലിക്കാര്. അവര് ഫിൽ മസ്റ കൃഷിയിടത്തിൽ. യഅമലൂന, അമില, യഅമലൂന കുറെ ആളുകൾ അവർ ജോലി ചെയ്യുന്നു. ഇനി അൽ വാലിദാനി, അൽ വാലിദാനി മാതാപിതാക്കൾ. റബ്ബയ അവരെന്ത് ചെയ്യുന്നു? റബ്ബയ അൽ ഔലാദ. കണ്ടോ. ഇനി അൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ. കുറെ ആളുകളുണ്ടല്ലോ. യദ്ഹബാനി എന്നുള്ളത് 2 ആളുകളെ സൂചിപ്പിക്കാനാണ്. കുറെ ആളുകളെ സൂചിപ്പിക്കാൻ യദ്ഹബൂന ഇലൽ മസ്ജിദ്. ഇനി അൽ മുഅല്ലിമൂന മുഅല്ലിമീങ്ങൾ ടീച്ചേഴ്സ്. അവര് കതബ, കതബു 2 ഓപ്ഷനാണുള്ളത്. കതബ എന്ന് പറഞ്ഞാൽ കതബ, കതബ 2 ആളുകളെ സൂചിപ്പിക്കാനാണ്. പക്ഷെ ഇവിടെ കതബു. അപ്പൊ അൽ മുഅല്ലിമൂന കതബു അല സബ്ബൂറ. ഇനി ഇതെല്ലാം അതുപോലെ നമ്മൾ എഴുതാനാണ്. സരീഫ് ഇതൊക്കെ സർഫാക്കി നോക്കണം. ഫതഹ, ഫതഹ, ഫതഹു, യഫ്തഹു, യഫ്തഹാനി, യഫ്തഹൂന. ഇത് 3 മാദിയായ ഫീലാണ്. ഇത് 3 മുദാരിയായ ഫീലാണ്. മാദിയുടെ ഒരാള്, 2 ആള്, 3 ആള്. മുദാരിയിൽ ഒരാള്, 2 ആള്, കുറെ ആളുകൾ. അതുപോലെ ഇതെല്ലാം വിദ്യാർത്ഥികൾ സർഫാക്കി നോക്കണം. ഇതുപോലെ സർഫാക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരുപക്ഷെ. അപ്പൊ നമുക്ക് എഴുതാൻ കഴിയണം. അമില, അമില, അമിലു. സല്ലമ, സല്ലമ, സല്ലമു. ഖാല, ഖാല, ഖാലു. ജാഅ, ജാഅ, ജാഉ. ഈ രൂപത്തിൽ. ഇനി അതിന്റെ മുദാരി യഅമലു, യഅമലാനി, യഅമലൂന. യുസല്ലിമു, യുസല്ലിമാനി, യുസല്ലിമൂന. യഖൂലു, യഖൂലാനി, യഖൂലൂന. ആ രൂപത്തിൽ എന്ത് ചെയ്യണം? ഇവിടെ സർഫാക്കിയിട്ടും വിദ്യാർത്ഥികൾ പഠിക്കണം. ഇത്രയാണ് ലിസാനിൽ പഠിക്കാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.